തേർഡ് സം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് ഫോർ ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ കമ്പനി സംടൈംസ് ഇഷ്യൂ അഡീഷണൽ ഷെയർ ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഈ പോയിന്റ് ആലോചിക്കേണ്ടതുണ്ട്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. Okay, shares may be issued to existing shareholders without any consideration. അവരുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് സ്വീകരിക്കാതെ ആയിരിക്കാം നമ്മൾ അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. സച്ച് ഷെയർസ് ആർ കോൾഡ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി കൺസിഡറേഷൻ, ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ എമൗണ്ടും കളക്ട് ചെയ്യാതെ, ഒരു ഇൻഫ്ലോ ഇല്ലാതെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. സിമിലർലി ഷെയർസ് മേ ബി ഇഷ്യൂഡ് ഫോർ ക്യാഷ് in proportion to shares held by existing shareholders. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പ്രപ്പോർഷൻ ടു ഷെയർസ് ഹെൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ഒരാളുടെ കയ്യിൽ 10 ഷെയർ ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ 20 ഷെയർ ഉണ്ട്. അപ്പം അതിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും, ഷെയർസ് ഇഷ്യൂ ചെയ്തു കൊടുക്കും. സച്ച് ഷെയർസ് ആർ കോൾഡ് റൈറ്റ് ഷെയർസ്. ഓക്കെ, ബോണസ് ഷെയർസും റൈറ്റ് ഷെയർസും ആണ് പറഞ്ഞത്. റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇൻ പ്രപ്പോർഷൻ, അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം വന്നിരിക്കണം, ഇൻ പ്രപ്പോർഷൻ ടു ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. അവരുടെ കയ്യിലുള്ള ഷെയറിന് പ്രപ്പോർഷൻ ആയിട്ട് കൊടുക്കുന്നു. എന്തായിരുന്നു ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ വിത്തൗട്ട് എനി കൺസിഡറേഷൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബോണസ് ഷെയർസ്. ഓക്കെ, ബോണസ് ഷെയർസിനെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫ്രീ ഓഫ് കോസ്റ്റിലാണോ അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഏതാണ്, അങ്ങനെ ചോദിക്കാം. ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് കമ്പനി ഫോർ ഇറ്റ്സ് ലാർജ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ, എവിടുന്നാണ് ഈ എമൗണ്ട് എടുത്ത് കൊടുക്കുന്നത്, എവിടുന്നാണ് ഈ ഷെയർ എടുത്ത് കൊടുക്കുന്നത്? നോ ഡൗട്ട് നമുക്ക് നോക്കാം, അതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അപ്പം ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നോ ഡൗട്ട് ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇവിടെ എമൗണ്ട് റേസ് ചെയ്യപ്പെടണം. അതുപോലെ ഇവിടെ ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പം വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു അല്ലെ, വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു. അപ്പം വിത്തൗട്ട് എനി കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫ്ലോ ഇല്ല. പകരം നമ്മൾ ചെയ്യുന്നത് റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലുള്ള റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ഇതിനെ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റീറ്റെയിൻഡ് ഏർണിങ്സ്. ഔട്ട് ഓഫ് ദിസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ ഫണ്ട് എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. ഈ ഒരു പ്രോസസ് ആണ് എന്ത് പറയുന്നത്, ബോണസ് ഇഷ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ദീസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വിത്തൗട്ട് പേയിങ് ക്യാഷ്. ഓക്കെ, the existing shareholders get additional shares. Bonus shares are bonus in kind and it's a gift of pro data basis. In short, bonus shares are free shares issued to existing shareholders or share out of accumulated profit or reserve. ഈ ഒരു സെന്റൻസ് ഇതാണ് നിങ്ങൾ മീനിങ് ആയിട്ട് എഴുതേണ്ട കേട്ടോ. ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ മീനിങ് ആയിട്ട് എഴുതേണ്ടത്. When a company issue bonus shares out of profit to reserve, its reserves or profit are converted into capital, and that is why issue of the bonus issue is called capitalization of profit or capitalization of reserve എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് രണ്ടിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക, ശരിയല്ലേ? കാരണം ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അപ്പൊ ഇതിനെ ബോണസ് ഷെയർ ആക്കുന്ന സമയത്ത്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻക്രീസ് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം. സോ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഈ റിസർവ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ജേണൽ എൻട്രി വിൽ ബി റിസർവ് അക്കൗണ്ട് ഡെബിറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സർക്കംസ്റ്റാൻസസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. നമ്മൾ എപ്പോഴൊക്കെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? വെൻ ദ കമ്പനി വിഷസ് ടു ക്യാപിറ്റലൈസ് ഇറ്റ്സ് ഹ്യൂജ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ റിസർവ്. നമ്മുടെ കയ്യിലുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റിനെ, നമ്മുടെ കയ്യിലുള്ള റിസർവിനെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാക്കി മാറ്റുകയും അതിനെ യൂസ് ചെയ്യുകയും വേണം.
then when a company has not sufficient cash or reserve, it issued bonuses without adversely affecting the working capital. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള റിസർവിനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം, നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഫോർ ദാറ്റ് കമ്പനി മേ ഇഷ്യൂ bonuses. When the value of fixed asset of company exceeds its capital, the difference is capitalized by issuing bonuses. ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടി സാധിക്കും. വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് കമ്പനി എക്സീഡ്സ് ഇസ് ക്യാപിറ്റൽ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അവിടെ നമുക്ക് ഡിഫറൻസ് ക്യുമുലേറ്റ് ചെയ്യപ്പെടും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ആക്കി ഇഷ്യൂ ചെയ്ത് നമുക്കതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ.